ഗുരുപാദങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. സകലതിലും വ്യാപിച്ചു നിറഞ്ഞിരിക്കുന്ന പൊരുളിനെ അന്വേഷിക്കുകയാണ്. ഗുരു ഒരു പരീക്ഷണ സന്ദർഭം ആത്മോപദേശ ശതകത്തിൽ അവതരിപ്പിക്കുന്നു. ഇരുളിലിരിപ്പവൻ ആര് ചൊൽക നീ എന്ന് ഒരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്ന് അരുളുമിതിൻ പ്രതിവാക്യമേകമാകും. 10-ാം ശ്ലോകമാണിത്. പരസ്പരം അറിയാതെ ഒരു ഇരുട്ടുമുറിയിലിരിക്കുന്ന രണ്ടുപേർ. തൻ്റെ അടുത്ത് അപരനായ ആരോ ഉണ്ടെന്ന തോന്നലോടെ ഒരാൾ ചോദിക്കുന്നു, ആരാണ്? മറുപടി, ഞാൻ. തിരിച്ചും ചോദ്യം വരുന്നു, നിങ്ങൾ ആരാണ്? അപ്പോഴും മറുപടി കിട്ടുന്നു, ഞാൻ. രണ്ടുപേരും പറഞ്ഞ ഉത്തരം ഒന്നാണ്, ഞാൻ. ഇരുളിലിരിക്കുമ്പോൾ വെളിയിലുള്ള ഒന്നിനെയും അറിയുന്നില്ല. എന്നാൽ ഞാൻ എന്ന അറിവിന് കുറവൊട്ടുമില്ലതാനും. ഈ ഇരുളെന്താണ്? ഇന്ദ്രിയങ്ങളെല്ലാം സ്വസ്ഥമായിരിക്കുമ്പോൾ അതാതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനെ ഒരു ഇരുളായി കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ എന്നും നീ എന്നും വേർതിരിവ് നടത്തുന്ന അവിദ്യയുടെ ഇരുട്ടിൽപ്പെട്ടിരിക്കുമ്പോഴും അപരൻ എന്ന ഭയമുണ്ടാകും. ഇനിയും ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ, ഇരിക്കാൻ ഇരിപ്പിടം ഇല്ലാത്ത ആത്മാവിൻ്റെ അജ്ഞേയമായ ഇടമാണ് ആ ഇരുട്ട് എന്ന് മനസ്സിലാക്കാം. എല്ലാറ്റിനും ഇരിക്കാൻ ഇടമുള്ളത് ആത്മാവിലാണ്. എന്നാൽ ആത്മാവിനാകട്ടെ ഇരിക്കാൻ ഇരിപ്പിടമില്ല. ഇങ്ങനെ ഇരുളിൽ ഇരുന്നു കൊണ്ട് സ്വയം പ്രകാശിക്കുന്നതാണ് ആത്മാവ്. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവ് അറിവതു താൻ അഥ നാമരൂപമായും കരണമൊട് ഇന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം എന്ന് 27-ാം ശ്ലോകത്തിൽ പറയുന്നു. ഇരുളിൽ ഇരുന്നു കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെന്നാണോ അതാണ് ആത്മാവ്. ഇരുളിൽ ഇരുന്ന് അറിയുന്നതാകും ആത്മാ. ഇത് ഗുരു ആത്മാവിന് നൽകുന്ന ഒരു നിർവചനമാണ്. എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന ബോധം, അറിവ് അതുതാൻ എന്ന് തുടർന്ന് പറയുന്നു. ആ അറിവ് സാധാരണ തലത്തിലുള്ള ഒരു അറിവല്ല. അദ്വൈത ദീപികയിൽ പറയുന്ന പരമാവധി ബോധം അതുതന്നെയാണ്. അതുതന്നെയാണ് 1-ാമത്തെ ശ്ലോകത്തിൽ കരു എന്ന് വിശേഷിപ്പിച്ചത്. ഇനി 50-ാം ശ്ലോകം ഒന്നുകൂടി പരിശോധിക്കാം. നിലമൊടു നീരതുപോലെ കാറ്റുതീയും വെളിയുമഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നുവേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും അവയുടെ ചേരുവയായ ഈ പ്രപഞ്ചവും അവയെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഞാനും അവയെപ്പറ്റിയുള്ള ധാരണയുണ്ടാക്കുന്ന വിദ്യയും സങ്കല്പ വികല്പങ്ങളുടെ സ്ഥാനമായ മനസ്സും കടലും തിരകളും എന്ന് വേണ്ട എല്ലാ ലോകങ്ങളും അറിവ് മാത്രമാണ്. സർവത്തിലും നിറഞ്ഞിരിക്കുന്ന അഥവാ സർവതുമായി രൂപം പകർന്നിരിക്കുന്ന ഏക സത്യം അറിവ് മാത്രമാണ്. അനന്തമായ വ്യാപ്തിയോടു കൂടിയ ഒന്നാണ് അറിവ് എന്ന് ഇവിടെ നമുക്ക് അർത്ഥം കിട്ടുന്നു. ഇതുതന്നെ അദ്വൈത ദീപികയിൽ എണ്ണിയാലൊടുങ്ങാത്ത പേരുകളും ആ പേരുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്ന എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഭകളും ഇവ രണ്ടിനും സംബന്ധിയായിരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങളും ചേർന്നതാണ് പ്രപഞ്ചം എന്നും പറയുന്നു. 50-ാം ശ്ലോകത്തിലെത്തുമ്പോൾ അറിവ് ആയി കണ്ടത് പ്രപഞ്ച സത്യത്തെയാണ്. ഇവിടെ പറയുന്ന ആ അറിവ് തന്നെയാണ് ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ. ഇരുളിലിരുന്നു കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണോ അതാണ് ആത്മാവ്. അറിവ് അതുതാൻ എന്ന് ഇരുളിലിരുന്നു കൊണ്ട് ഉജ്ജ്വലിക്കുന്ന ആ ഒരേ ഒരു കരുവിനെ തന്നെയാണ് അറിഞ്ഞിടുന്നവൻ എന്ന രൂപത്തിൽ ഉള്ളിലും അറിയപ്പെടുന്ന ലോകം എന്ന തരത്തിൽ വെളിയിലും വേറിട്ട് കാണുവാനിടയായത് എന്ന്
ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. അറിഞ്ഞിടുന്നവനെ പ്രമാതാവ് എന്നാണ് വിളിക്കുക. അറിയപ്പെടുന്ന ലോകം പ്രമേയം. പ്രമാതാവായും പ്രമേയമായും ഒരേ സമയം പ്രകാശിക്കുന്ന സത്യം, അതാണ് അറിവ്. ഭൗതികമായതിനെപ്പറ്റി മാത്രം പഠിക്കുന്ന ആധുനിക ശാസ്ത്രത്തിൽ ഇതെന്നും രണ്ടായിരിക്കുകയുള്ളൂ, അതായത് പ്രമാതാവും പ്രമേയവും. ആത്മവിദ്യ എന്ന ശാസ്ത്രത്തിലെ ഈ അദ്വൈതത തെളിഞ്ഞു കിട്ടുകയുള്ളൂ. അകവും പുറവും തിങ്ങും മഹിമാവാർന്നതാണ് അദ്വൈത സത്യം. അതുതന്നെയാണ് അറിവിലും ഏറിയ അറിവ്. എന്നെ കണ്ടാൽ എല്ലാം കണ്ടു, എന്നെ കണ്ടാൽ എല്ലാം കണ്ടു എന്ന് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കുഞ്ഞു കവിതയുണ്ട്. അതുപോലെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന കരുതന്നെയാണ് സർവ പ്രപഞ്ചവുമായി വിടർന്ന് വിലാസം ചെയ്യുന്നതെന്ന മഹത്തായ അറിവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശ ശതകം. നിന്നെ തിരയുന്ന എന്നോട് ചൊല്ലുന്നു നീ തന്നെ ഞാനെന്ന് നന്നായി അറിയുക എന്ന് ത്യാഗീശ്വര സ്വാമിയുടെ ആത്മഗീതത്തിൽ കാണുന്നു. ഇതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അയമാത്മാ ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളുടെ സാരം തിരഞ്ഞു ചെന്നാലും നാം എത്തിച്ചേരുന്നത് ഇവിടെ തന്നെയാണ്. നമസ്കാരം. ഇന്ന് ഇവിടെ നിർത്താം.